എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൽ പലതരത്തിലുള്ള പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. ഇത് നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാവും. അപ്പോൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2020 നടന്ന സ്റ്റെനോഗ്രാഫർ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനിലേക്ക് നടന്ന ഒരു സ്റ്റെനോഗ്രാഫറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്യുക, ആ ഒരു 2020 സമയത്ത് സിലബസ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡും അതുപോലെ തന്നെ മലയാളം ഷോർട്ട് ഹാൻഡും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോർഷൻ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും GK ആണ് വരുന്നത്. പക്ഷേ ഇതിൽ 40 ക്വസ്റ്റ്യൻസ് ഈ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡും അതുപോലെ തന്നെ മലയാളം ഷോർട്ട് ഹാൻഡുമാണ് വരുന്നത്. ബാക്കിയുള്ള 40 ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. പിന്നെയുള്ള 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആവശ്യമില്ലാത്ത പോർഷൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മലയാളത്തിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്ററുകൾ എത്ര വിധം, 2 വിധമാണ് വരിക, സ്റ്റാൻഡേർഡും പോർട്ടബിളും. ഇതിൽ ആ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിട്ടുണ്ട്. ഒരു ഫുൾ സ്കാപ്പ് ടൈപ്പ് റൈറ്റർ മെഷീനിൽ ഒരു വരിയിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന അക്ഷരങ്ങൾ എത്ര? 80 മുതൽ 100 വരെ. 80 മുതൽ 100 വരെയാണ് ഫുൾ സ്കാപ്പ് ടൈപ്പ് റൈറ്റർ മെഷീനിൽ ഒരു വരിയിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന അക്ഷരങ്ങളുടെ എണ്ണം. അതായത് ഫുൾ സ്കാപ്പ് ടൈപ്പ് റൈറ്ററിൻ്റെ ഡിഗ്രി എത്രയാണ്, സൈസ് എത്രയാണെന്ന് വെച്ചാൽ 80 ഡിഗ്രി ടു 100 ഡിഗ്രി എന്നാണ് ഇംഗ്ലീഷിൽ ചോദ്യം വരുന്നത്. ടൈപ്പ് റൈറ്ററിൻ്റെ അടിയിലും അടിയിലുള്ളതും കീബോർഡിനെ നിയന്ത്രിക്കുന്നതുമായ നോബ് ടച്ച് റെഗുലേറ്റർ. അതായത് ടൈപ്പ് റൈറ്ററിൻ്റെ അടിയിലാണ് കീബോർഡിനെ നിയന്ത്രിക്കുന്ന നോബാണ് ടച്ച് റെഗുലേറ്റർ. അതായത് പ്രഷർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എത്ര ഫേമായിട്ട് കീബോർഡിലെ കീസ് പ്രസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ടച്ച് റെഗുലേറ്റർ ആണ്. അടുത്തത്, ക്യാരേജിൻ്റെ ഇടത്തെ അറ്റത്തായി തംവീലിന് താഴെ സ്ഥിതി ചെയ്യുന്ന ലിവറിൻ്റെ പേര് വേരിയബിൾ ലൈൻ സ്പേസ് ലിവർ എന്നാണ്. അതായത് ക്യാരേജിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് തംവീലിന് താഴെയായിട്ട് കാണപ്പെടുന്ന ലിവറിൻ്റെ പേര് വേരിയബിൾ ലൈൻ സ്പേസ് ലിവർ എന്നാണ്. ടൈപ്പ് ചെയ്യുന്നതിനിടയിൽ ഒരു വാക്കിന് അടിവരയിട്ട് മാർജിനിൽ ക്യാപ്സ് എന്ന് കൊടുത്താൽ വാക്ക് മുഴുവൻ ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു മാനുസ്ക്രിപ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു വാക്കിനടിയിൽ വരയിട്ടിട്ട് മാർജിനിൽ ക്യാപ്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോസ്ട്രോഫി ഉപയോഗിക്കുമ്പോൾ മുന്നിലും പിന്നിലും സ്പേസ് വിടരുത്. അക്കങ്ങൾക്ക് സ്ഥാനനിർണ്ണയം ചെയ്യുവാൻ കോമ ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം സ്പേസ് വിടരുത്. അതായത് അക്കങ്ങൾക്ക് ശേഷം നമ്മൾ അക്കങ്ങൾക്ക് സ്ഥാനനിർണ്ണയം ചെയ്യാൻ കോമ ഉപയോഗിക്കുക, അതിനുശേഷം സ്പേസ് വിടേണ്ട ആവശ്യമില്ല. ഒരു സർക്കാർ ഉത്തരവ് ടൈപ്പ് ചെയ്യുമ്പോൾ പരാമർശം ടൈപ്പ് ചെയ്യുന്നത് എവിടെ? തീയതിക്ക് ശേഷം. പരാമർശം എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗവൺമെൻറ് ഓർഡറിൽ ഈ അബ്സ്ട്രാക്റ്റ് ടൈപ്പ് ചെയ്യുന്നത് ഡേറ്റിന് ശേഷമാണ്. ഒരു അർദ്ധ ഔദ്യോഗിക കത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രേക്ഷിതൻ്റെ അഡ്രസ്സിൻ്റെ സ്ഥാനം, അതായത് അർദ്ധ ഔദ്യോഗിക കത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണ്. അതിൽ പ്രേക്ഷിതൻ്റെ അഡ്രസ്സിൻ്റെ സ്ഥാനം കത്തിൻ്റെ ഇടത് മാർജിനിൽ കയറിയിട്ടാണ്. ഡിയർ സാർ എന്ന സല്യൂട്ടേഷൻ ഉപയോഗിക്കുന്നത് ബിസിനസ് ലെറ്ററിലാണ്. മെയിൻ സ്പ്രിങ്ങിനെ ക്യാരേജുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഷൻ സ്ട്രാപ്പാണ്. അതായത് മെയിൻ സ്പ്രിങ്ങിനെ ക്യാരേജുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ടെൻഷൻ സ്ട്രാപ്പാണ്. കീബോർഡുകൾ എത്ര തരം? ഇവിടെ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡിൽ ന എന്ന അക്ഷരത്തിൻ്റെ അപ്പർ കീയിൽ കിട്ടുന്ന അക്ഷരം എന്നുള്ളതാണ്. അപ്പോൾ ഇത് മലയാളം ടൈപ്പ് റൈറ്റർ എന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കവറിന് മുകളിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നത്, അതായത് എൻവലപ്പിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നത് മുകളിൽ ഇടതുവശത്ത്, അതായത് ടോപ്പ് ലെഫ്റ്റിലാണ് വരുന്നത്. ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു വാക്കിന് അടിവരയിട്ടാൽ ഉദ്ദേശിക്കുന്നത് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത പാരഗ്രാഫ് ആണെന്നറിയാനുള്ള ചിഹ്നം, അതായത് ഡബിൾ സ്ലാഷ് ആണ്. ഡബിൾ സ്ലാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ
അത് അടുത്ത പാരഗ്രാഫ്, നെക്സ്റ്റ് പാരഗ്രാഫ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പിൻകോഡിൻ്റെ പൂർണ്ണ രൂപമാണ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഒരു ഔദ്യോഗിക കത്തിൽ ഉപയോഗിക്കുന്ന കോംപ്ലിമെൻ്ററി ക്ലോസ്, ഒഫീഷ്യൽ ലെറ്ററിൽ ഉപയോഗിക്കുന്ന കോംപ്ലിമെൻ്ററി ക്ലോസ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നുള്ളതാണ്. ആശ്ചര്യ ചിഹ്നത്തിന് ശേഷം വിടേണ്ട സ്പേസ് 2, അതായത് എക്സ്ക്ലമേഷൻ മാർക്കിന് ശേഷം 2 സ്പേസസ് ആണ് വേണ്ടത്. മലയാളം ടൈപ്പ് റൈറ്ററിൽ ബാക്ക് സ്പേസ് കൊടുക്കുമ്പോൾ ക്യാരേജ് 1/2 സ്പേസ് വലത്തേക്ക് നീങ്ങുന്നു. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് 20 ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഞാൻ തുടക്കത്തിൽ 10 ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞത്, 20 ആണ് ഉണ്ടായിരുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് 5th ജനറേഷൻ. 5th ജനറേഷനിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളത്. EEPROM സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി വിച്ച് ഇസ് നോട്ട് എ കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷൻ. മാക്സ് ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആണ് അതിൽ ഈ കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷനിൽ വരാത്തത്. മിനി കമ്പ്യൂട്ടേഴ്സ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷൻസ് ആണ്. വിച്ച് ഈസ് ദ ലാംഗ്വേജ് ദാറ്റ് ദ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് എക്സിക്യൂട്ട് ഡയറക്ട്ലി വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. മെഷീൻ ലാംഗ്വേജ് ആണ്. അതായത് ട്രാൻസ്ലേഷൻ ആവശ്യമില്ലാതെ കമ്പ്യൂട്ടർ നേരിട്ട് മനസ്സിലാക്കി എക്സിക്യൂട്ട് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. എ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് appears little below the normal text is called subscript. സബ്സ്ക്രിപ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്, അതായത് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് അപ്പിയർ ലിറ്റിൽ ബിലോ ദ നോർമൽ ടെക്സ്റ്റ്. ബൈ പ്രസ്സിങ് F12 വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹാപ്പൻ. സേവ് ആസ് ഡയലോഗ് ബോക്സ് വിൽ അപ്പിയർ. അതായത് സേവ് ആസ് ഡയലോഗ് ബോക്സ് ആണ് F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇൻ വിച്ച് ചേഞ്ച് കേസ് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ് ഇൻ ദ സെലക്ഷൻ. ടൈറ്റിൽ കേസ് ആണ്. അതായത് സെലക്ഷനിലുള്ള സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റിൽ കേസാണ് ഉപയോഗിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് പ്രോസസർ കം ഫസ്റ്റ്. വേർഡ് സ്റ്റാർ ആണ് ആദ്യമായിട്ട് വന്ന വേർഡ് പ്രോസസ്സർ. ഇൻ എക്സൽ ദ ഇൻസേർഷൻ ഓഫ് റോ ആൻഡ് കോളം ഈസ് നോൺ ആസ് In Excel, the intersection of row and column is known as cell. അതായത് എക്സലിൽ കോളത്തിൻ്റെയും റോയിൻ്റെയും ഇൻ്റർസെക്ഷനെ സെൽ എന്ന് പറയപ്പെടുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് ഡാറ്റ ടൈപ്പ് ഇൻ എക്സൽ. ക്യാരക്ടറാണ്. അപ്പം എക്സലിൽ വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടർ ടൈപ്പ് അല്ലാത്തത് ക്യാരക്ടറാണ്. ഇൻ എക്സൽ 2007 വിച്ച് മെനു ഡിസ്പ്ലേസ് സോർട്ട് ആൻഡ് ഫിൽറ്റർ ഓപ്ഷൻ. ഡാറ്റ എന്നുള്ള മെനു ആണ് സോർട്ട് ആൻഡ് ഫിൽറ്റർ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. വിച്ച് വൺ ഈസ് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്. അത് ഓൾ ഓഫ് ദി എബോവ് ആണ്. അതായത് ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് ഇതൊക്കെ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്സ് ആണ്. ഇൻ MS PowerPoint ദ സ്ലൈഡ് ഓറിയൻറ്റേഷൻ ബട്ടൺ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ ഡിസൈൻ ടാബ്. അതായത് MS PowerPointൽ സ്ലൈഡ് ഓറിയൻറ്റേഷൻ ബട്ടൺ കാണുന്നത് ഡിസൈൻ ടാബിലാണ്. ദ ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് എ PowerPoint പ്രസൻറ്റേഷൻ ഈസ് .ppt. .ppt എന്നുള്ളതാണ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ എക്സ്റ്റൻഷൻ, ഫയൽ എക്സ്റ്റൻഷൻ. സ്ലൈഡ് സോർട്ടർ ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം വിച്ച് മെനു. വ്യൂ മെനുവിൽ നിന്നാണ് സ്ലൈഡ് സോർട്ടർ എന്നുള്ള ഓപ്ഷൻ ആക്സസ് ചെയ്യുന്നത്. വിച്ച് ഓപ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ടു സെറ്റ് കസ്റ്റം ടൈം ലൈൻസ് ഫോർ സ്ലൈഡ്സ് ഇൻ എ പ്രസൻറ്റേഷൻ. റിഹേഴ്സൽ ആണ് കസ്റ്റം ടൈം ലൈൻസ് സ്ലൈഡ് പ്രസൻറ്റേഷനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എ വെബ് അഡ്രസ് ഈസ് ഓൾസോ കോൾഡ് URL. URL എന്നുള്ളത് ഒരു വെബ് അഡ്രസ്സിനെ വിളിക്കുന്ന പേരാണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് ഫുൾ ഫോം. വിച്ച് ഇസ് ദ സ്ലോവസ്റ്റ് ഇൻ്റർനെറ്റ് കണക്ഷൻ സർവീസ്. ഡയലപ്പ് സർവീസ് ആണ്. അതായത് സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ സർവീസ് ആണ് ഡയലപ്പ് സർവീസ്. ജങ്ക് മെയിൽ ഈസ് ഓൾസോ കോൾഡ് സ്പാം. ജങ്ക് മെയിലിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്പാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് ആൻ HTML ഡോക്യുമെൻറ്റ്. ടെക്സ്റ്റ് എഡിറ്ററാണ് HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. കോട്ടൺ ആൻഡ് ഖാദി ആർ കംഫർട്ടബിൾ ഡ്രസ് മെറ്റീരിയൽസ്. ദ വേർഡ് അണ്ടർലൈൻഡ് ഇൻ ദ സെൻറ്റൻസ് ഈസ്. അപ്പോൾ ഇവിടെ കോട്ടൺ ആൻഡ് ഖാദി എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ആർ എന്ന് പറയുന്നത് വെർബാണ്. ഓൺ ദ വേ ടു എയർപോർട്ട് വി മെറ്റ് ഡാഷ് വൺ ഐഡ് മാൻ. അതായത് ആർട്ടിക്കിളാണ്, അവിടെ A ആണ് വരിക, അവിടെ O എന്നാണ് വന്നിട്ടുള്ളത് എങ്കിലും
നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കൺസോണന്റ് സൗണ്ടാണ് വരുന്നത്, 1 എന്നാണ് വരുന്നത്. വാട്ട് ഈസ് യുവർ ഒക്യുപ്പേഷൻ? ദ സെൻറ്റൻസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്, അതായത് ക്വസ്റ്റ്യൻസിനെയാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആഡ് കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റസ് ഗോ ടു എ ഡ്രാമ. ഷാൽ വി. ലെറ്റസ് വന്നാൽ ഷാൽ വി ആണ് ടാഗ് വരുന്നത്. ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സെൻറ്റൻസ്. വേർ ഡു യു വർക്ക്? ദ പോലീസ്മാൻ ആസ്ക്ഡ്. ദ പോലീസ്മാൻ ആസ്ക്ഡ് അല്ലെങ്കിൽ ദ പോലീസ്മാൻ എൻക്വയർഡ് വേർ ഐ വർക്ക്ഡ്. ഫൈൻഡ് ഔട്ട് ജെറണ്ട് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. സ്വിമ്മിങ് ഇൻ ഹീസ് ഹെർ ഫേവറേറ്റ് ഹോബി. അപ്പോൾ ഇതിൽ ജെറണ്ട് എന്ന് പറയുന്നത് ING വരുന്ന നൗണാണ് ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിമ്മിങ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ദ അറ്റൻഡർ ഓപ്പൺഡ് ദ ഡോർ. പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. ദ ഡോർ. ഓപ്പൺഡ് എന്ന് പറയുമ്പോൾ വാസ് ഓപ്പൺഡ് ബൈ ദ അറ്റൻഡർ. സെലക്ട് ദ കറക്റ്റ് ഫ്രേസ് പ്രിപ്പോസിഷൻ. ദ ബ്രേവ് സോൾജിയർ ഡൈഡ് ഫൈറ്റിംഗ് ഡാഷ് ഹിസ് country on behalf of. Choose the correct phrasal verb. I can't dash his behavior. Put up with എന്നുള്ളതാണ് കറക്റ്റ് ഫ്രേസൽ വെർബ്. കംപ്ലീറ്റ് സെൻറ്റൻസ്. ഇഫ് യു ഹാഡ്, അത് ഇവിടെ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഇഫ് യു ഹാഡ് അറ്റൻഡഡ് എന്ന് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരേണ്ടത്. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ബാക്കിയുള്ളത് 10 മാത്സ് ആണ്. അത് നമുക്ക് ആവശ്യമില്ല. ഇപ്പോഴത്തെ സിലബസിൽ മാത്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവരും മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.